ഹായ് ഗായ്സ്, വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയ റീഡിംഗ് മാത്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പാർട്ട് 2-ലെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഈ ഒരു ചാപ്റ്റർ ആണ്. ബാക്കി എല്ലാ ചാപ്റ്ററും കുറച്ച് ലെങ്തിയസ്റ്റ് ആണ്, കുറച്ചധികം ഒക്കെ പഠിക്കാനുണ്ട്. എന്നീ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് തന്നെ എക്സാമിന് ചോദിക്കുള്ളൂ. അപ്പൊ നമ്മളെ എക്സാമിന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആണ്. എല്ലാവരും നല്ല രീതിയിൽ ഇതിന് മാർക്ക് വാങ്ങിച്ചോളണം. ചാപ്റ്ററിന്റെ പേര് എന്താണ്? റീഡിംഗ് മാത്സ് ആണ്. അപ്പൊ അതിൽ തന്നെ എന്താ പറയുന്നത്, അതിലുള്ള കണ്ടന്റ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. മാപ്പിനെ പറ്റിയാണ്. ഓക്കെ, മാപ്പിന്റെ ഫീച്ചേഴ്സ്, അതേപോലെ മാപ്പിൽ എന്തൊക്കെയാണോ ഉള്ള കാര്യങ്ങള്, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ, എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്പ് ബേസ്ഡ് ഓൺ സ്കെയിൽ എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് സ്കെയിലിന്റെ ബേസിൽ മാപ്പിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ വെച്ചേക്കുന്നത്? സ്കെയിലിന്റെ ബേസിൽ കേട്ടോ. സ്കെയിലിന്റെ ബേസിൽ മാപ്പിനെ നമ്മൾ എങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. രണ്ട് ടൈപ്പ് മാപ്പാണ് സ്കെയിലിന്റെ ബേസിൽ നമ്മൾ തരംതിരിച്ചേക്കുന്നത്. രണ്ട് രീതിയിലാണ്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ മാപ്പാണ്. ഒന്നാമത്തെ എന്താണ്? സ്മോൾ സ്കെയിൽ മാപ്പാണ്. രണ്ടാമത്തെ എന്താണ്? ലാർജ് സ്കെയിൽ മാപ്പാണ്. ഓക്കെ, സ്കെയിലിന്റെ ബേസില് മാപ്പിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ എന്താണ്? സ്മോൾ സ്കെയിൽ മാപ്പും രണ്ടാമത് എന്താണ്? ലാർജ് സ്കെയിൽ മാപ്പും ആണ്. ഇതില് ഓരോന്നും എന്താണെന്ന് നോക്കാം. എക്സാമ്പിൾ പറയുന്നേക്കാളും മുന്നേ എന്താണ് ഈ സ്മോൾ സ്കെയിൽ മാപ്പ് അല്ലെങ്കിൽ എന്താണ് ഈ ലാർജ് സ്കെയിൽ മാപ്പ് നമുക്ക് അറിയില്ല. നമ്മൾ അതാണ് നെക്സ്റ്റ് പറയുന്നത്. എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോൾ സ്കെയിൽ മാപ്പ് ആൻഡ് ലാർജ് സ്കെയിൽ മാപ്പ്? സ്മോൾ സ്കെയിൽ മാപ്പും ലാർജ് സ്കെയിൽ മാപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? രണ്ട് ക്വസ്റ്റ്യൻ ടീച്ചർ പറഞ്ഞു തന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്പ് ബേസ്ഡ് ഓൺ സ്കെയിൽ. സ്കെയിലിന്റെ ബേസില് മാപ്പിനെ ക്ലാസിഫൈ ചെയ്തേക്കണം എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ ഡിഫറൻസ് ചോദിച്ചാലും സെയിം ആൻസർ തന്നെയാണ്. അപ്പൊ എന്താണ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതായത് ഈ മാപ്പില് ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻസ് ആയിരിക്കും. എന്തിനെ പറ്റി? ലാർജ് ഏരിയനെ പറ്റി. വലിയ ഏരിയ എടുക്കാണ്, ഒരു വലിയ പ്രദേശം എടുക്കാണ്. ആ വലിയ പ്രദേശത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ മാപ്പിൽ ഉണ്ടായിരിക്കില്ല. എന്ത് ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ. ഒരു ഏരിയ എടുക്കുമ്പോൾ ആ ഏരിയയിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങൾ മാത്രം ചിത്രീകരിക്കുന്ന മാപ്പാണ് എന്തെന്ന് പറയുന്നത്? സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ ലാർജ് ഏരിയ എടുക്കും, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം തരുന്നത് പകരം എന്ത് ഇൻഫർമേഷൻ ആണ്? അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷനെ പറ്റി മാത്രം പറയുന്ന മാപ്പാണ് ലാർജ് സ്കെയിൽ സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാപ്പാണ് ലാർജ് സ്കെയിൽ മാപ്പ്. ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. എന്ത് ഇൻഫർമേഷൻ ആണ്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. എന്ത് ഏരിയനെ പറ്റി? ലാർജ് ഏരിയ അല്ല. എന്ത് ഏരിയ പറഞ്ഞേക്കണത്? സ്മോൾ ഏരിയ. ഒരു കുഞ്ഞു ഏരിയ എടുത്തിട്ട് ആ കുഞ്ഞു ഏരിയയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും മാപ്പിൽ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ ആ മാപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത് മാപ്പ് എന്ന് പറയുന്നത്? ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് മാപ്പിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ മാപ്പിനെ പറ്റി പറഞ്ഞു. സ്കെയിലിന്റെ ബേസിൽ മാപ്പിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആളാണ് എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ മാപ്പ്, രണ്ടാമത്തെ ആളാണ് പറയുന്നത് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായാലും കാണിക്കുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും, പക്ഷെ എന്ത് ഏരിയ ആയിരിക്കും? ലാർജ് ഏരിയ ആയിരിക്കും. ഇനി സ്മോൾ സ്കെയിൽ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാണ്? ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഏരിയ ആയിരിക്കും, ഒരു ചെറിയ ഏരിയ ആയിരിക്കും, പക്ഷെ അതിന് എല്ലാ ഡീറ്റെയിൽ ഏറ്റവും സെറ്റ് കാര്യങ്ങള് മാപ്പിൽ പറയുന്നുണ്ടെങ്കിൽ ആ മാപ്പാണ് ഏത് മാപ്പ് എന്ന് പറയുന്നത്? ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആദ്യം എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ പറയുന്നത് ഹൗ ടു റീഡ് എ മാപ്പ്. നമ്മുടെ കയ്യിൽ ഒരു മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാപ്പ് എങ്ങനെയോ വായിക്കാൻ പറ്റും. ഓക്കെ, ഒരു മാപ്പ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് ആ മാപ്പ് നമുക്ക് എങ്ങനെയാണ് വായിക്കാനായിട്ട് സാധിക്കുക? എങ്ങനെയായിരിക്കും വായിക്കാൻ സാധിക്കുക? ഒരു മാപ്പ് വായിക്കണമെങ്കിൽ കുറെ കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് വേണം. എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയാണ്? നമുക്ക് അതിന്റെ സ്കെയിലിനെ പറ്റി അറിയാം. എന്തിനെ പറ്റിയുള്ള അറിവുണ്ടായിരിക്കണം? സ്കെയിലിനെ പറ്റി. ഒരു മാപ്പ് വരയ്ക്കുമ്പോൾ സ്കെയിൽസ് ഉണ്ട്. ആ സ്കെയിലിനെ പറ്റിയുള്ള നല്ല ധാരണ നമുക്ക് ഉണ്ടാവണം, എന്നാലേ മാപ്പ് വായിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താണ്?
ഗുഡ് നോളജ് ഓഫ് ഇറ്റ്സ് സ്കെയിൽ എന്ന് പറഞ്ഞാല് സ്കെയിലിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം ആ മാപ്പിന്റെ ഡയറക്ഷൻസ് അറിയണം. ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിശ മനസ്സിലാക്കാൻ നമുക്ക് അറിയണം. മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്? സൈനുകളും സിമ്പിളുകളും. മാപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറെ സൈൻസും സിമ്പിൾസും ഒക്കെ മാപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ സൈനും സിമ്പിളും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പൊ മാപ്പ് വായിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? ഒരു സ്കെയിലിനെ പറ്റി നല്ലൊരു അറിവുണ്ടായിരിക്കണം. അതേപോലെ തന്നെ എന്താണ്? ഡയറക്ഷൻസ് അറിയണം. അതേപോലെ അറിയേണ്ട മറ്റൊരു കാര്യമാണ് സൈൻ ആൻഡ് സിമ്പിൾസ് എന്ന് പറയുന്നത്. ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ നന്നായിട്ട് അറിയണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മാപ്പ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സ്കെയിൽ എന്ന് പറഞ്ഞു. സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പില് 3 രീതിയിലാണ് സ്കെയിൽസ് ഉണ്ടാവുക. സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മള് മാപ്പില് 3 രീതിയിലാണ് സ്കെയിൽസ് ഉണ്ടാവുക. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഒന്നാമത്തെ രീതി എന്താണ്? റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. രണ്ടാമത്തെ രീതി സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ ആണ്. മൂന്നാമത്തെ രീതി ലീനിയർ സ്കെയിൽ ആണ്. ഒരു മാപ്പ് 3 രീതിയിൽ സ്കെയിൽസ് വരുന്നത് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ പറഞ്ഞു, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ പറഞ്ഞു, ലീനിയർ സ്കെയിൽ പറഞ്ഞു. ഇതെല്ലാം എന്താണ് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാപ്പില് എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സെന്റിമീറ്റർ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതായത് അതിനർത്ഥം എന്താണ്? 5 കിലോമീറ്റർ എന്നാണ്. മാപ്പിൽ ചിലപ്പോൾ കൊടുക്കുക 1 സെന്റിമീറ്റർ എന്നായിരിക്കും. പക്ഷെ മാപ്പിൽ കൊടുക്കുന്ന 1 സെന്റിമീറ്റർ നമ്മുടെ എർത്തിൽ, നമ്മുടെ ഭൂമിയിൽ എത്ര കിലോമീറ്റർ ഉദ്ദേശിക്കുന്നത്? ഭൂമിയിൽ എത്ര കിലോമീറ്റർ ഉദ്ദേശിക്കുന്നത്? 5 കിലോമീറ്റർ ആണ്. അതിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാല് മാപ്പിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഭൂമിയിൽ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 5 കിലോമീറ്റർ ആണ്. അപ്പൊ 5 കിലോമീറ്ററിനെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാപ്പിൽ എന്താണ് ഉപയോഗിക്കുന്നത്? 1 സെന്റിമീറ്റർ ഉപയോഗിക്കുന്നത്. അങ്ങനെ എന്താ പറയാ, അങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഭൂമിയില് എത്ര കിലോമീറ്റർ ആണെന്ന് പറഞ്ഞേക്കണേ? 5 കിലോമീറ്റർ ആണ്. ഈ ഒരു മെത്തേഡിന്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. മാപ്പിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് അപ്പോഴേക്കും ചിന്ത പോകണം, നമ്മുടെ ഭൂമിയിൽ എത്ര കിലോമീറ്റർ ഉദ്ദേശിക്കുന്നത്? 5 കിലോമീറ്റർ ആണ്. അപ്പൊ സാധാരണ ഒരു മനുഷ്യന് പോലും, ലെയ്മാൻ ഉദ്ദേശിക്കുന്നത് കോമൺ മാൻ ട്ടാ, സാധാരണ ഒരു മനുഷ്യന് പോലും ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ആ മാപ്പ് ഏത് സ്കെയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? കാരണം മാപ്പിൽ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമിയിൽ എത്ര കിലോമീറ്റർ ആണ്? 5 കിലോമീറ്റർ ആണ്. അത് സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പറയുന്നത് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ഇതാണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ് കാണിക്കുന്നത്. മാപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റേഷ്യോ ആണ്. എന്തിന് തമ്മിലുള്ള റേഷ്യോ ആണ് കാണിക്കുന്നത്? മാപ്പ് ഡിസ്റ്റൻസ് ആൻഡ് കറസ്പോണ്ടിങ് ഗ്രൗണ്ട്. അതായത് മാപ്പിന്റെ ഡിസ്റ്റൻസും അതേപോലെ ഗ്രൗണ്ടിന്റെ ഡിസ്റ്റൻസ് തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും എന്തിൽ കാണിക്കുക? സ്കെയിലായിട്ട് മാപ്പിൽ കാണിക്കാം. അതൊരു ഫ്രാക്ഷണൽ ഫോമിലായിരിക്കും. ഓക്കെ, എന്ത് ഫോമിലായിരിക്കും? ഫ്രാക്ഷണൽ ഫോമിലായിരിക്കും. അപ്പൊ നോക്കി എക്സാമ്പിൾ ആയിട്ട് പറയാണ്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്താണ്? മാപ്പിൽ 1 സെന്റിമീറ്റർ കാണിക്കുകയാണ്. അത് 5 കിലോമീറ്റർ ആണെന്ന് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു മാപ്പ് ആണെങ്കിൽ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണെങ്കിൽ 1:5 lakh എങ്ങനെയൊക്കെ റെപ്രസെന്റേറ്റ് ചെയ്യാം? 1:1 സെന്റിമീറ്റർ എന്നുള്ള 5 കിലോമീറ്റർ ആണെന്നുള്ള കാര്യം റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണെങ്കിൽ അത് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് റേഷ്യോ ഫോമിൽ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഫോമിലായിരിക്കും. അപ്പൊ അത് എങ്ങനെയായിരിക്കും കാണിക്കാം? 1:2 എങ്ങനെ കാണിക്കുന്നത്? 1:5 lakh. ഇതാണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനിൽ കാണിക്കുക കേട്ടോ. ഈസ്റ്റൂലായിരിക്കും പറയാം. 1:5 lakh. 1:5 lakh. ഇങ്ങനെയാണെങ്കിൽ എന്താണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ? അപ്പൊ നേരത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ എങ്ങനെയായിരുന്നു? 1 സെന്റിമീറ്റർ ഈക്വൽ ടു 5 കിലോമീറ്റർ. ഇങ്ങനെയാണ് കാണിക്കുന്നത്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ? 1:5 lakh എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നതെങ്കിൽ അതെന്താണ്? റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷനിലാണ്.
ഓക്കെ, പേരിൽ തന്നെ പഠിക്കാൻ നോക്കാം കേട്ടോ. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ, ഫ്രാക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്രാക്ഷണൽ ഫോം അല്ലെങ്കിൽ റേഷ്യോ ഫോമിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഏതാ സ്കെയിലാണ്? ലീനിയർ സ്കെയിലാണ്. ലീനിയർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാപ്പിൽ ഉണ്ടാവുന്ന മാറ്റം അനുസരിച്ച് സ്കെയിലിൽ മാറ്റാൻ പറ്റും. ലീനിയർ സ്കെയിൽ ഹാസ് ചേഞ്ച്. ലീനിയർ സ്കെയിൽ ചേഞ്ച് വരും. എങ്ങനെയാണ് ചേഞ്ച് വരാ? ഇൻ പ്രൊപ്പോർഷൻ വിത്ത് ദ ചേഞ്ച് ഇൻ ദ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പില് ചേഞ്ച് വരുന്ന അനുസരിച്ച് നമുക്ക് എന്ത് മാറ്റാൻ പറ്റും? ലീനിയർ സ്കെയിലും മാറ്റാനായിട്ട് സാധിക്കുന്നു. അതെങ്ങനെയാണ്? ഇപ്പൊ മാപ്പ് വലുതാക്കി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ചെറുതാക്കി എന്ന് വിചാരിക്കുക. ഈ സമയത്ത് ലീനിയർ സ്കെയിലും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. മാപ്പ് വലുതാക്കി കഴിഞ്ഞാല് മാപ്പ് എൻലാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വലുതാക്കി കഴിഞ്ഞാല് അതിനനുസരിച്ച് എന്ത് മാറും? ലീനിയർ സ്കെയിൽ മാറും. ഇനി മാപ്പ് റിഡക്ഷൻ ചെയ്യുക, അതായത് കുറച്ചാൽ അതിനനുസരിച്ച് എന്ത് മാറുന്നു? ലീനിയർ സ്കെയിൽ മാറുന്നു. ഇതിന്റെ മെത്തേഡ്, ഇതിന്റെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. മാപ്പ് കൂടുന്നതനുസരിച്ച് നമുക്ക് സ്കെയിൽ മാറ്റാനും മാപ്പ് കുറയുന്നതനുസരിച്ച് സ്കെയിൽ മാറ്റാനും നമുക്ക് സാധിക്കുന്നുണ്ട്. 3 എണ്ണമാണ് സ്കെയിലിന്റെ കേസിൽ പറഞ്ഞത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ നമ്മൾ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ എന്താണ്? നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത് നമ്മൾ പറഞ്ഞ എന്താണ്? ലീനിയർ സ്കെയിൽ. മെയിൻ കണ്ടന്റ്, ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ കണ്ടന്റ് ഇതാണ്. ഈ ഒരു സംഭവം പഠിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ ഇട്ടേക്കണത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്കെയിൽ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. കാരണം ഇതാണ് മെയിൻ കണ്ടന്റ്. ഇത് എന്തായാലും എക്സാമിന് ചോദിച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഈ ഒരു ചാപ്റ്ററിൽ മറ്റൊന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ കുറെ സയൻസ് ആൻഡ് സിമ്പിൾസ് നമ്മൾ പറഞ്ഞു. മാപ്പ് വായിക്കണമെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണ്? അതിന് ഡയറക്ഷൻ അറിയണമെന്ന് പറഞ്ഞു, സ്കെയിൽ അറിയണമെന്ന് പറഞ്ഞു. സ്കെയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, 3 സ്കെയിലിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി മാപ്പ് വായിക്കാൻ അറിയേണ്ടത് അതിന്റെ സൈനുകളും സിമ്പിളുകളും ആണ്. സൈനുകളും സിമ്പിളുകളും നന്നായിട്ട് പഠിക്കണം. സിമ്പിൾ ആണ്, വെറുതെ നോക്കിയാൽ നമുക്ക് പഠിക്കാവുന്നുള്ളൂ കേട്ടാ. അപ്പൊ ഇത് ഈ ഒരു ടേബിള് അതേപോലെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടാ. ഇപ്പൊ സൈൻ ആൻഡ് സിമ്പിൾസിലെ മാപ്പില് ഗ്രീൻ കളറിലാണ് കാണുന്നതെങ്കിൽ അത് നാച്ചുറൽ വെജിറ്റേഷൻ ആണ്. ഓക്കെ, നാച്ചുറൽ വെജിറ്റേഷൻ ആയിരിക്കും എന്താ കാണാ? ഗ്രീൻ കളറിൽ കാണാം. യെല്ലോ കളർ ആണെങ്കിൽ ഫാം ലാൻഡ്സ് ആണ്. ഇനി റെഡ് കളറിൽ കാണുന്നുണ്ടെങ്കിൽ, മാപ്പിൽ എന്തെങ്കിലും ഐറ്റംസ് റെഡ് കളറിൽ ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? സെറ്റിൽമെന്റ്സ്, പാർപ്പിടങ്ങളാണ്. അല്ലെങ്കിൽ റോഡ് ആയിരിക്കും കാണിക്കുക. ഏതെങ്കിലും 2 ആവാട്ടാ. ബ്ലാക്ക് ആണെങ്കിൽ, ഇനി ബ്ലാക്ക് കളറിൽ എന്തെങ്കിലും സിമ്പിൾസോ സയൻസോ എന്തെങ്കിലും മാപ്പിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ചിലപ്പോൾ റെയിൽവേ ആയിരിക്കും, അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് ആയിരിക്കും, ടെലിഫോൺ ലൈൻസ് ആവും. ഇത് 3ഉം ആവാൻ ചാൻസ് ഉണ്ട്. ബ്ലൂ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്ത് ബ്ലൂ കളർ കണ്ടു കഴിഞ്ഞാലും വേറെ ഒന്നുമല്ല, വാട്ടർ ബോഡീസ് ആണ്. എല്ലാ ജലാംശങ്ങളെയും കാണിക്കുന്നത് മാപ്പിൽ എന്ത് കളറിലായിരിക്കും? ബ്ലൂ കളറിലാണ്. ഓക്കെ, നെക്സ്റ്റ് ബ്രൗൺ കളർ ആണെങ്കിൽ ഹിൽസുകൾ, കുന്നുകളൊക്കെയാണ് മെയിൻ ആയിട്ട് ബ്രൗൺ കളറിൽ കാണുന്നത്. അതേപോലെ ഇങ്ങനെ റെഡ് കളറിൽ 2 ലൈൻ ഇതേപോലെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? മെറ്റൽ റോഡാണ്. ഇനി ഇതേപോലെ സിമ്പിൾ ആണെങ്കിൽ എന്താണ്? റെയിൽവേ ലൈൻ ആണ്. സ്ട്രീമും റിവറും ചോദിക്കാറുണ്ട് എക്സാമിന്. ഇതുപോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ജസ്റ്റ് ഒരു ലൈൻ പാമ്പ് പോലെ പോകണമെങ്കിൽ ഇത് സ്ട്രീം ആണ്. ഇനി ഇതേപോലെ വൈ പോലെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് റിവർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ബോക്സ് വരച്ച് മുകളിൽ എന്താണ്? പ്ലസ് ചിഹ്നം വരണമെങ്കിൽ അത് ചർച്ചാണ്. ടെമ്പിള് പറയുന്നുണ്ട്, അതുപോലെ മോസ്ക് പറയുന്നുണ്ട്. സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ പാർപ്പിടങ്ങൾ കേട്ടോ. പി ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് ഓഫീസ്. ഇനി റൗണ്ട് ചെയ്ത് അതിൽ ബ്ലൂ കളർ കൊടുത്തേക്കാണ്. ബ്ലൂ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും? വാട്ടർ ബോഡിയാണ്, എന്തോ ഒരു ജലാംശമാണ് അല്ലെ. പക്ഷെ റൗണ്ട് കൊടുത്ത് അതിൽ ബ്ലൂ കളർ ഫില്ലിങ്സ് കൊടുത്തു കഴിഞ്ഞാല് അതെന്താണ്? വെല്ലാണ്. PS എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ ആണ്. പിന്നെ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഫോർട്ട് ചോദിക്കാറുണ്ട്. ഫോർട്ടിന്റെ സിമ്പിൾ നോക്കി വെക്കാം, ബ്രിഡ്ജിന്റെ സിമ്പിൾ നോക്കി വെക്കാം. പോണ്ട് കൊടുത്തിട്ടുണ്ട്, ട്യൂബ് വെല്ല് കൊടുത്തിട്ടുണ്ട്. ഗ്രേവിയാർഡും എക്സാമിന് ചോദിക്കാറുണ്ട്, ശവപ്പറമ്പ് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഓരോ സിമ്പിൾസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കുന്ന രീതി ചിലപ്പോൾ മാത്സിന് ഫോളോയിങ് ആയിരിക്കും. ഓരോ സിമ്പിൾ തരും, ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് കളർന്ന് എന്ത് ചെയ്യാൻ പറയും? മാച്ച് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ചിലപ്പോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ തരാം. ഇപ്പൊ എന്താണ്? വെല്ലിന്റെ സിമ്പിൾ തരും, വെല്ല് കൊടുത്തിട്ട് സിമ്പിൾ തരും, വെല്ലെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോ ഈ സിമ്പിൾ മാത്രം തരും, അത് എന്താണെന്ന് എഴുതേണ്ടി വരും, ട്യൂബ് വെല്ലാണെന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക. ഒരു ചെറിയൊരു കുട്ടി പാഠമാണ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഒന്നുമില്ല, ആദ്യം പഠിക്കേണ്ട സംഭവം എന്താണ്? മാപ്പിനെ സ്കെയിലിന്റെ ബേസിൽ 2 തരംതിരിച്ചു. ഏതൊക്കെയാണ്? സ്മോൾ സ്കെയിൽ മാപ്പ് ഉണ്ട്, ലാർജ് സ്കെയിൽ മാപ്പ് ഉണ്ട്. അതിന്റെ 2 ഡെഫിനിഷൻസ് പഠിക്കാം. രണ്ടാമത് പഠിക്കേണ്ടത് മാപ്പ് വായിക്കാൻ ആവശ്യമായിട്ടുള്ള മെയിൻ സംഭവമാണ് എന്ന് പറയുന്നത് സ്കെയിലുകള്. ആ സ്കെയിലുകൾ 3 കംപ്ലീറ്റ് പഠിച്ചത് എന്തായാലും എക്സാമിന് ചോദിക്കും. 3 സ്കെയിലുകൾ എന്തായാലും ചോദിക്കും കേട്ടാ.
ഇനി പിന്നെ പഠിക്കേണ്ടത് ഇതെന്താണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ എന്താണ്, ഓരോ സിമ്പിൾസും അതിന്റെ കളേഴ്സും പറഞ്ഞു, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യവും നോക്കി വെക്കണം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.